ഇന്നലെ വന്നൊരു ന്യൂസാണ്, നിങ്ങളും കണ്ടു കാണും. വ്ളോഗർ ജുനൈദ് അറസ്റ്റിൽ. യുവതിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചു. ഇതാണ് വിഷയം. അപ്പോൾ കുറേ പേര് ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇൻബോക്സിൽ ഇതൊക്കെ സെൻഡ് ചെയ്തിട്ട് ചോദിച്ചു, ഇവിടെ ഒന്നും പറയാനില്ലേടേ, വ്ളോഗർ അല്ലേടേ, യൂട്യൂബർ അല്ലേടേ, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന ആളല്ലേടേ, കിക്കിൽ മെമ്പറാണോ എന്നൊക്കെ. ഇയാൾ കിക്കിൽ മെമ്പറല്ല. ഓക്കെ. പിന്നെ അത്യാവശ്യം ഒരു ടൈമിൽ ഇയാൾ വൈറലായിരുന്നു. മറ്റേ ഭൂമി കറക്കുന്ന പരിപാടി കൈകൊണ്ട് കാണിച്ചിട്ടും പൂവിരിയുന്ന പരിപാടി കാണിച്ചിട്ടൊക്കെ ആൾ അത്യാവശ്യം വൈറലായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സൈഡിൽ വയ്ക്കാം. അതിനെ തുടർന്ന് കുറച്ച് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളിങ്ങനെ പോവുമായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു മാസം, ആ വൈറൽ ടൈം ഒരു മാസമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പോയി. അപ്പോൾ വ്ളോഗർ ജുനൈദ് അറസ്റ്റിലായതിൻ്റെ ആദ്യ ന്യൂസ് ഞാനിവിടെ പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കേൾപ്പിക്കട്ടോ. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ച വ്ളോഗർ അറസ്റ്റിൽ. വഴിക്കടവ് സ്വദേശി ചൊയ്ത്തല വീട്ടിൽ ജുനൈദിനെയാണ് മലപ്പുറം പോലീസ് ബംഗളൂരുവിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. വിപിൻ സി വിജയൻ ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. വിപിൻ, പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നതാണ് കേസ്. എങ്ങനെയാണ് ഇതിന്റെ മറ്റു വിവരങ്ങൾ? വ്ളോഗർ ജുനൈദാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. 2 വർഷത്തോളം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ച വിവാഹ വാഗ്ദാനം നൽകി മലപ്പുറത്തെ ലോഡ്ജിലും മറ്റ് പല ഭാഗങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ശേഷം നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും അത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് മലപ്പുറം പോലീസിന്റെ അടുക്കൽ പെൺകുട്ടി പരാതിയുമായി എത്തുന്നത്. പോലീസിന്റെ അന്വേഷണ സമയത്ത് ഇവിടെ നിന്നും നാട്ടിൽ നിന്ന് കടന്നു കളയാനുള്ള ശ്രമം നടത്തി, വിദേശത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തി. അങ്ങനെയാണ് മലപ്പുറം ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിലെ എയർപോർട്ടിന് പരിസരത്ത് വെച്ച വ്ളോഗർ ജുനൈദിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി മലപ്പുറത്തെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചായിരുന്നു. അപ്പോൾ മറ്റ് കാര്യങ്ങൾ കൂടി പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ് ഇപ്പോൾ. വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ പരിചയപ്പെടുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എന്ത് അർത്ഥത്തിലാണ്, എന്ത് വിശ്വാസത്തിലാണ് പലപ്പോഴും പെൺകുട്ടികൾ ഇവരെ പ്രണയിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ളത് റീൽ ആൻഡ് റിയാലിറ്റിയാണ്. ഞാൻ പലവട്ടം ഇതേപോലുള്ള കോണ്ടന്റുകൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റീൽ ഇസ് ഡിഫറെൻറ്റ്, റിയാലിറ്റി ഇസ് ഡിഫറെൻറ്റ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്ത് അടുക്കുമ്പോൾ ആ വ്യക്തിയായിട്ട് നിങ്ങൾ ക്ലോസ് ആയിട്ട് സംസാരിക്കാനും നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും എല്ലാം നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ റീലിൽ കാണുന്ന ഒരു വ്യക്തിയെ ആയിരിക്കില്ല. ബാഹുബലിയുടെ ശരീരവും ഡോറാബുജിയുടെ മനസ്സും എന്ന് വിചാരിച്ച് നിങ്ങൾ പോയാൽ ചിലപ്പോൾ നേരെ ഉൾട്ടയാവാനുള്ള ചാൻസും ഉണ്ട്. ഇതാണെങ്കിൽ ഈ ഒരു ന്യൂസ് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കുറേ ന്യൂസ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു. അപ്പോൾ അതിന് കമൻറ്റ് ബോക്സ് നിങ്ങളെടുത്ത് നോക്കിയാൽ കമൻറ്റ് ബോക്സിൽ കാണാൻ കഴിയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഈ പെണ്ണിന് ഇത്രകാലം ഇവൻ്റെ ഒപ്പം പോയ സമയത്ത് ഇതറിയില്ലായിരുന്നു, ഇവൾ ഈ വിളിച്ചോടത്തൊക്കെ എന്തിനു പോയി, അങ്ങനെ ചെയ്തു. ഒരു വാഗ്ദാനം ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, കല്യാണം കഴിക്കുക എന്നുള്ളത്. മനസ്സിലായോ? അതൊരു വഞ്ചന തന്നെയല്ലേ? ഒരാളെ ട്രസ്റ്റ്, ഒരാളുടെ വിശ്വാസ്യത പിടിച്ചു പറ്റി ആ വിശ്വാസ്യത കയ്യിലെടുത്ത് വെച്ച് ആ വ്യക്തിയെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ മുകളിൽ പോവുകയാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ഇപ്പോൾ ഷാരോൻ്റെ കേസിൽ എന്താണ്ടായേ? ഷാരോൻ്റെ കേസിൽ എന്താ സംഭവിച്ചത്? ഈ വിശ്വാസ്യത തന്നെയല്ലേ ഇത് മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ പരിപാടി. പ്രണയമാണ്, സ്നേഹമാണ്, ഇഷ്ടമാണ്, കല്യാണം കഴിക്കാമെന്നുള്ള ഉറപ്പും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ ആണാണെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ അങ്ങോട്ട് മയങ്ങിപ്പോവും. അങ്ങനെ പോവരുത്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമൊക്കെ വഴി കണ്ട ഒരാളുടെ, പിന്നെ ഇത് 2 കൊല്ലമായി എന്ന് പറയുന്നുണ്ട്. 2 കൊല്ലമായിട്ട് മനസ്സിലായില്ലേ? ഇനി 2 കൊല്ലമായിട്ടും ഇയാളുടെ ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റാതെ പോയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ ഇവിടെ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇവരുടെ പേഴ്സണൽ ടൈമിൻ്റെ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ മോശം പരിപാടി തന്നെയാണ്. മനസ്സിലായി? അത് വെച്ച് ഭീഷണിപ്പെടുത്തുക, അങ്ങനത്തെ പരിപാടി വളരെ മോശം പരിപാടിയാണ്. എന്താണെങ്കിലും ഇതിലൊരു കോൾ ഔട്ട് വന്നതായിട്ട് എനിക്കറിയില്ല. ഈ ഒരു കേസ് വന്ന് ഇതിങ്ങനെ കണ്ടിന്യൂസ് ന്യൂസിൽ ഇങ്ങനെ പ്ലേ ആയി പോയിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം എല്ലാവരും ഷെയർ ചെയ്ത് പോയിട്ടും പിന്നെ എവിടെയെങ്കിലും വേറെ ഇയാളെ ചുറ്റിപ്പറ്റി വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പെണ്ണ് കേസ് കേട്ടതായിട്ട് എൻ്റെ അറിവിലില്ല. ഓക്കെ, എന്താണ് ഈ ഒരു കേസിൽ അത് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ പേഴ്സണലി അന്വേഷിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ വ്യക്തി കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയൊരു വ്യക്തിയാണ്. അതിൻ്റെ കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ലൈഫിലുണ്ടായി. അങ്ങനെ പിന്നെ ഇൻസ്റ്റാഗ്രാമും വീഡിയോയും ടിക്ടോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സെറ്റിൽ ഡൗൺ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാനിപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ തിരഞ്ഞു നോക്കിയപ്പോഴാണ് യൂട്യൂബിൽ ഇയാളുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടത്. ഹലോ ഗൈസ്,
വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്നെ സുപരിചിതരാണെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഞാൻ നിങ്ങളുടെ സ്വന്തം ജുനൈദ്. ബാഹുബലിയുടെ ശരീരം ഡോറ ബുജിയുടെ മനസ്സിലും അതേ ജുനൈദാണ്. അപ്പൊ ഇത് ഞാൻ പുതിയതായിട്ടൊരു ആദ്യമായിട്ടാണ് ഞാനൊരു ഓൺ വോയിസിൽ വരുന്നത്. ഓൺ വോയിസിൽ വരാൻ കാരണം ഞാൻ ഈ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ. എൻ്റെ ഡോറ ബുജി വല്ലാത്ത പരിപാടിയായി പോയല്ലോ ഇപ്പോൾ ഇത്. ബാഹുബലിയും പോയി, ഡോറ ബുജിയും പോയി, ഇപ്പോൾ ലാസ്റ്റ് എന്തായി അറിയോ, മറ്റേ ബാലൻ കെ നായർ പോലെ ആയിപ്പോയി, കേസിലകത്തുമായി. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇതെന്താ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് അങ്ങോട്ട് വന്നിട്ട് പറയാനുള്ളൊരു സ്കോപ്പില്ലടേ. സീരിയസ് ആയിട്ട് പറയാം. കാരണം ഈ വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷനും കൂടി ഉണ്ട് ഇതിനകത്ത്. അത് ഞാൻ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. ഓക്കെ, അത് ഞാൻ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. കാരണം ഇപ്പോൾ അടുത്ത് കേട്ട, ഞാൻ പേഴ്സണലി കേട്ട കുറേ കേസുകൾക്കകത്ത് ഇതേപോലെ കുറച്ച് വർഷം അറിയുന്ന രണ്ട് വ്യക്തികൾ റിലേഷനിലാവുന്നു. റിലേഷൻ എന്തെങ്കിലും ഒരു റീസൺ വെച്ചിട്ട് ബ്രേക്ക് ആവുന്നതോട് കൂടിയിട്ട് പെണ്ണ് കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുകയാണ് ആണിനെതിരെ. സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കേസിൽ സംഭവിച്ചിട്ടുണ്ട്. ഫൈൻ. ഇവിടെ എന്താണ് എന്നുള്ളത് എന്താണെങ്കിലും ഒന്നില്ലെങ്കിൽ ഇയാൾക്ക് ഇനി പറയാൻ പറ്റില്ല, കാരണം കേസും കൂട്ടിയതുകൊണ്ട് ഇയാൾക്ക് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ആഘോഷിക്കൂടെ, മീഡിയ ആഘോഷിക്കാതിരിക്കുന്നില്ല. ഞാൻ പറയുമ്പോൾ മാക്സിമം എന്താ അറിയുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോവാതിരിക്കുന്നതാണ് ബെറ്റർ. അല്ലെങ്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല ഇതിനകത്തൊന്നും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 10 ആൾ അറിയുന്ന രീതിയിൽ വൈറലായി കഴിഞ്ഞാൽ നമ്മളെ ചുറ്റിപ്പറ്റി എന്ത് വന്നാലും, അത് കേസോ കൂട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും അതെല്ലായിടത്തും ആഘോഷിക്കപ്പെടും. അപ്പോൾ പിന്നെ ഡോറ ബുജിനെ പോലെ കരഞ്ഞിട്ടും ബാഹുബലിനെ പോലെ അലറിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും അതിൽ കിട്ടിയ അതേ സപ്പോർട്ട് ഇതിലും വേണമെന്ന് വിചാരിക്കണേ. പിന്നെ പല ആൾക്കാരും എന്താ പറയുക, അതിൽ ചെയ്യണ പോലുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം ആയിരിക്കും ഇതിൽ നമ്മുടെ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും, കൂട്ടുകാരുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പല 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 എന്താ വെറൈറ്റി എന്തായാലും ആർക്കും ഒന്നും ചടക്കാത്ത രീതിയിൽ ഏതായാലും മുന്നോട്ട് കാര്യങ്ങളൊക്കെ പോയിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇതിൽ ചെയ്യുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അപ്പം മക്കളെ എല്ലാവരും നമുക്ക് വേണ്ടി ഉള്ളിൽ കട്ട സപ്പോർട്ട്, അതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അതേ സപ്പോർട്ടിനെ നമുക്ക് ഇതിൽ നിങ്ങൾ തരണം. അപ്പോൾ എല്ലാവരും അതായത് ഈ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, പിന്നെ ആ ബെല്ലൈക്കൻ ഇവിടെ അമർത്തി കഴിഞ്ഞാൽ രസേനി. പക്ഷെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല 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 വെറൈറ്റി വീഡിയോസ് മാത്രമേ നമ്മൾ തരുള്ളൂ. കാരണം ഇത് എന്താ പറയുക, ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു റിയൽ ആയിട്ട്, അതായത് റിയൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടാൻ പോകുന്നത്. നിങ്ങൾ ആ വീഡിയോസിൽ കണ്ട അതേപോലെ ഒന്നും അല്ല കാര്യത്തിൽ. ആ വീഡിയോസിൽ നമ്മൾ പല കോമ്പാളിത്തിനെ കാട്ടും, പല ബാഡ് കമന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം, പല ബാഹുബലിയുടെ ശരീരം ഡോറ ബുജിയുടെ മനസ്സും, ഒന്നും നോക്കിയില്ല. ഞാൻ നോക്കുന്ന സമയത്ത് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് 1 കൊല്ലം മുമ്പാണ് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. പിന്നെ ഒന്നും ഞാൻ കണ്ടുമില്ല. എന്നാലും കുഴപ്പമില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ തിരിച്ചു വന്നിട്ട് സീക്രട്ട് ഏജന്റിന് ഒരു വെല്ലുവിളി ആവുമോ, കാറിനകത്താണ് ഇരിക്കുന്നത്, അടിയുണ്ട് കാറിനകത്ത് ഒരാൾ കയറുമ്പോൾ ഞാൻ ആലോചിക്കും, ആഹാ. ഞാൻ പറഞ്ഞോടെ, ഇങ്ങനത്തെ കേസുകളിൽ ആക്ച്വലി ഇപ്പോൾ പണ്ടത്തെ പോലെ വന്നിരുന്നിട്ട് അവൻ അങ്ങനെ ഇങ്ങനെ അത് പറയാൻ പറ്റുന്നില്ല. കാരണം പല സാഹചര്യങ്ങളിലും ഇപ്പോൾ നമ്മൾ കാണുന്നത്, പല കേസുകളിലും ഇതേപോലെ 1, 2, 3 വർഷം റിലേഷനുള്ള സമയത്ത് ഈ വാഗ്ദാനം തമ്മിൽ കൊടുത്തു കാണുമല്ലോ. ആരെ പറ്റിച്ചു എന്നുള്ള എന്താണെങ്കിലും കോടതിയിൽ നമുക്ക് തെളിയിക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു നിയമത്തിൻ്റെ വ്യവസ്ഥ വെച്ചിട്ട് സ്ത്രീകൾക്ക് എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി കേസ് കൊടുക്കാം. നേരെ മറിച്ച് ഒരു റിലേഷനില്ലാത്ത ഒരാണും കൊണ്ടുപോയി കേസ് കൊടുത്തുള്ള അവസ്ഥ എന്താ? ഗ്രീഷ്മയും ഷാരൂൺ കേസ് തന്നെയാണ് മെയിൻ. പക്ഷെ ആ ചെക്കൻ ഗ്രീഷ്മേനെ മരിക്കാൻ നേരത്ത് പോലും തള്ളി പറഞ്ഞില്ല. അത് വേറെ കാര്യം. ഞാൻ അപ്പോൾ ചോദിക്കുകയാണ്, ഒരു റിലേഷൻഷിപ്പായി 1-2 കൊല്ലം പോയി, അതിലെന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നു, പ്രശ്നം വന്നു, ഒരാണ് പോയിട്ട് കേസ് കൊടുക്കുകയാണ്, അവളെ എന്നെ വിവാഹ വാഗ്ദാനം തന്നു വഞ്ചിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ കേസ് എടുത്തു കഴിഞ്ഞാൽ അത് എത്ര വിഷയമാവുമോ? ഇല്ല. നേരെ മറിച്ച് ഒരു പെണ്ണ് കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ പണി പാടി, സംഗതി കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെയൊക്കെ ആസ്പെക്റ്റ് ഇവിടെ നിൽക്കുന്നത് കൊണ്ടും, ഇങ്ങനത്തെയൊക്കെ ഉടായ്പകൾ കാണിക്കുന്ന സ്ത്രീകൾ എക്സിസ്റ്റിംഗ് ആണ്, അവർ ഉടായ്പ കാണിച്ചിട്ടുള്ള കുറേ കേസുകൾ ഉള്ളത് കൊണ്ടും പെട്ടെന്ന് ചാടി കയറിയിടേ ഇവരുടെ കാമക്കൊടൂരിനിടെ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല എന്നുള്ളത് കൊണ്ട്. ബട്ട് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ ചങ്ങാതി ഈ പെണ്ണിനെ പ്രേമിച്ച് ബാക്കിയൊക്കെ വിട്, ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുള്ള പരിപാടി, അങ്ങനത്തെ ഭീഷണി പരിപാടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കളി വേറെയാണ്. ഓക്കെ, എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രേ ഉള്ളൂ. റീൽ ആൻഡ് റിയാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. ഈ റീല് കണ്ടുകൊണ്ട് നിങ്ങൾ റിയാലിറ്റി എന്ന് വിചാരിച്ച് ഡോറ ബുജിനെ തപ്പി പോകണ്ട, ബാഹുബലിനെയും തപ്പി പോകണ്ട. ചിലപ്പോൾ കിട്ടുന്നത് നിങ്ങൾക്കൊരു KGF പോലത്തെ മോൺസ്റ്ററിനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ മാർക്കോ പോലുള്ളൊരു മോൺസ്റ്ററിനെ ആയിരിക്കാം. ഇത് രണ്ടും അല്ലാതുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പറയുന്നില്ല, അത് വേണ്ട, അപ്പോൾ പറയണ്ടല്ലോ സ്നേഹത് വേണ്ട, നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾ ഊഹിച്ചെടുത്തു അതുപോലൊരു മോൺസ്റ്ററിനായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയാൽ ചിലപ്പോൾ രക്ഷപ്പെടും.
ഞാൻ പറഞ്ഞ റീൽ ഈസ് ഡിഫറെൻറ്റ്, റിയാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. സോ അത് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ റിലേഷൻസൊക്കെ ഉണ്ടാക്കുക സോഷ്യൽ മീഡിയ എന്നൊക്കെ. ഓക്കെ.